Hello friends, Technique മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റിയൽമിന്റെ ഏറ്റവും പുതിയ ഡിവൈസ് ആണ് Realme 16X. അപ്പോൾ ഇതിന്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ വില അറിയില്ല, 25,000 രൂപയ്ക്ക് താഴെ നിൽക്കും എന്നാണ് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ചെയ്യുന്നത്. അപ്പോൾ Realme 16X ഏറ്റവും പുതിയ റിയൽമിന്റെ ഡിവൈസാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 7000 mAh ബാറ്ററി, അതേപോലെ തന്നെ 50 മെഗാപിക്സൽ ക്യാമറ, 45 വാട്ട് ചാർജിങ്, ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആസ്പെക്ട്സ്. ബാക്കിയുള്ള ഡീറ്റെയിൽ ആസ്പെക്ട്സ് നമ്മളെ വഴിയെ പറയാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബോക്സ് ഒന്ന് തുറക്കാം, എന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതാണ് Realme 16Xന്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ റിയൽമിൻ്റെ AI എഴുതി കാണാം, റിയൽമി ബ്രാൻഡിങ് കാണാം, 16X എഴുതി കാണാം. പിന്നെ ഈ സൈഡിൽ ക്വിക്ക് ഹാർഡ്വെയർ എഴുതിയിട്ടുണ്ട്. 7000 mAh ടൈറ്റൻ ബാറ്ററി, 45 വാട്ട് ചാർജിങ്, 5 ഇയർ സ്മൂത്ത് പെർഫോമൻസ്, 144 Hz 1200 nit അൾട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ, 50 മെഗാപിക്സൽ AI ക്യാമറ എന്ന് എഴുതി കാണാം. പിന്നെ ഇവിടെ വൈറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഗ്ലോറി വൈറ്റ് എന്ന് പറഞ്ഞ കളറാണ്. 6GB റാം, 256GB സ്റ്റോറേജ് ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 5G ബാൻഡ്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സാർ വാല്യൂ 1.14 ആണ്, ഹെഡ് സാറ് 0.493, ബോഡി സാറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ റിയൽമി ഫാമിലി, വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയാണ്. ഇതിനകത്ത് നമുക്കൊരു കേസാണ് വരുന്നത്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസ്, അതേപോലെ മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ ആണ്. നെക്സ്റ്റ് ഫോണാണ്, ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അതുകൂടാണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 45 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഇതാണ് സൂപ്പർ വൂക്ക് അഡാപ്റ്റർ 45 വാട്ട്. പിന്നെ ഒരു ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഡിവൈസ് Realme 16X. അപ്പോൾ Realme 16Xന്റെ ഫസ്റ്റ് തിങ് ഡിസൈൻ ഉണ്ടോ, ഒരു പാറ്റേൺ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ, ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു മെറ്റൽ ഡെക്കോറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് ഉണ്ട്, എന്താ പറയുക, നോട്ടിഫിക്കേഷൻ കൈൻഡ് ഓഫ് ലൈറ്റ് ഉണ്ട്. പിന്നെ ക്യാമറ യൂണിറ്റാണ്, LED ഫ്ലാഷാണ്, റിയൽമിൻ്റെ ബ്രാൻഡിങ് ആണ്. ഇത് പ്ലാസ്റ്റിക് ഫിനിഷാണ്. ഇവിടെ നമുക്കൊരു മെറ്റൽ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ഇവിടെ പവർ ആൻഡ് വോളിയം കീസാണ്. ഈ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്, കാരണം ഇത് IPS LCD ഡിസ്പ്ലേ ആണ്. മോൾ ഭാഗത്ത് വേറെ ഒന്നുമില്ല. താഴത്ത് സിം ട്രേയും, ഡ്യുവൽ നാനോ സിം കാർഡാണ് വരുന്നത്. ഒരു USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിവൈസിൻ്റെ എഡ്ജസ് ഒക്കെ കുറച്ചൊക്കെ ഇവിടെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. പിന്നെ ബെസൽസ്, താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി ഓൺ ദ ലാർജസ്റ്റ് സൈഡാണ്. എന്നാൽ സൈഡ് ബെസൽസ് കുഴപ്പമില്ല, അതേപോലെ ടോപ്പ് ബെസൽസും കുഴപ്പമില്ല. അത്യാവശ്യം ഡീസെൻറ്റ് ലുക്കിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് പാനൽ ഡെഫിനറ്റ്ലി നല്ലതാണ്, നല്ലൊരു ഫിനിഷാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൗണ്ട് 8.8 mm ആണ് തിക്നെസ് വരുന്നത്. 217 grams ആണ്. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് അല്ല, കാരണം ഇതൊരു 6.8 inches ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക, തിക്നെസ്സും ഒരു ചെറിയ ഹെവി ഫീൽ ഉണ്ട്, എന്നാലും അത്രയ്ക്ക് കുഴപ്പമില്ല. ഡിസൈൻ ഓവറോൾ കുഴപ്പമില്ല. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. 6.8 inches ഡിസ്പ്ലേ ആണ്. അഗെയിൻ IPS LCD ഡിസ്പ്ലേ ആണ്, അതും HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ പീക്ക് ബ്രൈറ്റ്നസ് പറഞ്ഞാൽ 1200 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. കളർ സാച്ചുറേഷൻ 83% NTSC കളർ ഗാമറ്റ് സപ്പോർട്ടഡ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഡിസ്പ്ലേ HD+, അത് ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യും HD+ ആണെന്നുള്ളത്. കളേഴ്സ് ഡീസൻ്റ് ആണ്, എന്നാലും അതൊരു ഫുൾ HD കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. AMOLED ഇല്ലെങ്കിൽ പോലും ഫുൾ HD കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ. ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ലാത്ത കളേഴ്സാണ് വരുന്നത്, എന്നാലും HD+ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ അതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഓവറോൾ ഒരു ആവറേജ് ഡിസ്പ്ലേ എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ അടുത്ത് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത് Realme UI ആണ്. Realme UI 7.0 ആണ്. നമുക്കിവിടെ കാണാം, ഡീറ്റെയിൽസ് കാണാം. MediaTek Dimensity 6300, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇനി UI എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി നല്ലതാണ്. നമുക്ക് എല്ലാ റിയൽമി ഡിവൈസിൽ പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ ഉണ്ട്.
ഹോം സ്ക്രീൻ ലോക്ക് സ്ക്രീനൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫ്ലക്സ് തീംസ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്. എഗെയിൻ എല്ലാ ഡിവൈസും ഈ പ്രൈസ് സെഗ്മെന്റിൽ ബ്ലോട്ട്വെയർസ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്. എന്നാൽ ബ്ലോട്ട്വെയർസ് ഒക്കെ നമുക്ക് ഏറെക്കുറെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ഫോൺ വാങ്ങുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണത് നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുന്നത്. ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, പക്ഷേ ഈ ബ്ലോട്ട്വെയർസ് ഒക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്താൽ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് ഓവറോൾ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് റിയൽമീൻ്റെ UI. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് കേട്ടോ, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് UI ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഡിവൈസിൻ്റെ ഡിസൈനും അതിനെക്കുറിച്ച് ഡിസ്പ്ലേയും സോഫ്റ്റ്വെയറെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം. Dimensity 6300 ചിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ്. 6GB റാമും 256GB സ്റ്റോറേജുമാണ്. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറയാവുന്നത്. 256 ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 8GB റാം ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് പെർഫോമൻസിൽ വരുന്നത്. Dimensity 6300 ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഡിവൈസും അറൗണ്ട് 20,000 to 30,000 റുപ്പീസിനുള്ള എല്ലാ പ്രൈസ് സെഗ്മെന്റിലും ഈ ഒരു പ്രോസസർ തന്നെയാണ് ഒരുപാട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഒരു എൻട്രി ലെവൽ പ്രോസസർ ആയിരുന്നു ആക്ച്വലി, എന്നാൽ ഇപ്പോൾ അത് പ്രൈസ് റൈസ് കാരണം ഈ ഒരു സെഗ്മെന്റിലാണ് വന്നിരിക്കുന്നത്. Dimensity 6300 എന്ന് പറഞ്ഞാൽ അറൗണ്ട് 6-6.5 ലക്ഷം ഒക്കെയാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. 6 lakhs-ൻ്റെ അടുത്താണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 6GB റാം ഉണ്ടാവുകൊണ്ട് ബേസിക് ടാസ്ക് ഒക്കെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത് അഗെയിൻ ഒരു പവർഫുൾ ചിപ്പൊന്നുമല്ല. അതേപോലെ തന്നെ പെർഫോമൻസ് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രോങ് പെർഫോമർ ഒന്നുമല്ല, എന്നാൽ ഡീസൻറ്റ് പെർഫോമറാണ്. ഡേ ടു ഡേ ടാസ്കിൽ നോർമൽ ടാസ്ക് എല്ലാം അനായാസം ചെയ്യും, അതിലൊന്നും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പ്രോസസ്സർ തരുന്നത്. പക്ഷേ ഈ 25,000 റുപ്പീസിന് ഇപ്പോൾ നമുക്ക് Dimensity 6300 കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. അത് ഇൻഡസ്ട്രി വൈഡ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. Dimensity 6300 6GB റാമും 256GB വേരിയൻറ്റുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ക്യാമറയിലോട്ട് പോകും. ക്യാമറയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡാണ് വരുന്നത്. 5G സപ്പോർട്ടും ഉണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത 5G എക്സ്പീരിയൻസ് ആണ്, അതിലൊന്നും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇനി ക്യാമറയിലോട്ട് പോകും. ഇവിടെ നമുക്കൊരു 50 MP ക്യാമറയുമാണ് വരുന്നത്. പിന്നെ ഒരു 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ബേസിക് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ക്യാമറ മോഡ്യൂൾ ആക്ച്വലി നല്ല ഭംഗിയുണ്ട്. ഒരു മെറ്റൽ മോഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇനി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 1080p റെസൊല്യൂഷനാണ് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ഉള്ളത്. മാക്സിമം ഫുൾ HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ക്യാമറ 50 and 8 MP സെൽഫിയാണ്. ഇനി ക്യാമറ സാമ്പിൾസ് കാണാം. ക്യാമറ സാമ്പിൾസ് കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു. അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട്, റിച്ച് കളേഴ്സ് ആണ്. 50 MP അത്യാവശ്യം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കളേഴ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമറാസ് കുഴപ്പമില്ല എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് സെൽഫി ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുഴപ്പമില്ലാത്തൊരു സെൽഫിയാണ് 8 MP ഷൂട്ടർ വരുന്നത്. എന്നാൽ ഇതിന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4K ഇല്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആയിട്ട് പോലും 4K ഇല്ല എന്നുള്ളതാണ്. പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ഡീസൻ്റ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ്, ഒരു സിംഗിൾ ക്യാമറ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ അഗെയിൻ ഒരു പോരായ്മ എന്ന് പറയാവുന്നത്. അപ്പം 50 + 8 MP ക്യാമറയിൽ നിന്നെടുത്ത സാമ്പിൾസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ ബാറ്ററിയിലോട്ട് പോകാം. 7000 mAh ബാറ്ററി, 45 watt ചാർജിങ്. അഗെയിൻ 7000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ Dimensity 6300 ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇവിടെ കിട്ടും. നല്ലൊരു ഈസിലി 2 days ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന പോലെ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് ഇതിന്ന് കിട്ടുന്നതിൽ ഒരു സംശയമില്ല. Realme 16X എന്ന്. അപ്പോൾ ഇതായിരുന്നു Realme 16Xന്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഡിസൈൻ കുഴപ്പമില്ല, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ബ്ലോട്ട്വെയർസ് ഉണ്ടെങ്കിൽ പോലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ക്യാമറ എക്സ്പീരിയൻസും നല്ലതാണ്. പിന്നെ ബാറ്ററി ലൈഫും നല്ലതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഇതിന് ഡൗൺ സൈഡ് എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ ഈ പ്രൈസ് സെഗ്മെന്റിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. പിന്നെ പ്രോസസ്സർ അത്രയ്ക്ക് ഒരു പെർഫോമിംഗ് ടൈപ്പ് അല്ല പ്രോസസ്സർ, ഒരു ഡീസൻറ്റ് ചിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു Realme 16Xന്റെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ ഡിവൈസ് വില അറൗണ്ട് 25,000 താഴെ ആയിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.